അത് ഇപ്പോഴെങ്ങാനും വല്യമ്മ ഇങ്ങോട്ട് വന്ന കഥ കഴിഞ്ഞു. ഞാൻ ചെന്ന് മേഘനയെടുത്തിയോട് പറയട്ടെ. ദേ വരുന്നു, ഇനി പൂക്കില് തുടങ്ങുമല്ലോ. മേഘനെ, മേഘനെ, മേഘനെ. ഇനി ഏട്ടത്തിയുടെ കഥ കഴിഞ്ഞു. എന്തിനാ അമ്മയെ വിളിച്ചത്? നീ ഈ ചെയ്യുന്നത് തെറ്റാണ്. അതെന്താ അമ്മേ? ആരാ നിന്നോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ്? അതാരും പറഞ്ഞതല്ലമ്മേ. വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ വെച്ചത് കണ്ടപ്പോ അതെല്ലാം ഒന്ന് ശരിക്കും. അതാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞത്. അതെന്താ അമ്മേ? അമ്മ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നന്ദൻ ഫാമിലിയിലെ മരുമകളാണ് നീ. ആ സ്റ്റാറ്റസിന് ചേരുന്ന വിധം പ്രവർത്തിക്കാൻ നോക്ക്. അല്ലാതെ ഈ ഫാമിലിക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കാൻ നോക്കരുത്. ഈ ഒരുക്കങ്ങളൊന്നും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ടല്ല അമ്മേ. വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോ അതെടുത്ത് ശരിക്കു വെച്ച് ഡെക്കറേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഡെക്കറേഷൻ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് നീ ചെയ്തതാണ് തെറ്റെന്നാ പറഞ്ഞത്. പണിക്കാരുണ്ടല്ലോ ഇവിടെ, അവരെ കൊണ്ട് നീ ചെയ്യിക്കണം. എന്റെ അപ്പൂപ്പൻ എപ്പോഴും എന്നോടൊരു കാര്യം പറയാറുണ്ടായിരുന്നു. കുടുംബത്തിലൊരു വിശേഷ ദിവസം വന്ന എല്ലാ ജോലികളും അവിടുത്തെ മരുമകൾ തന്നെ ചെയ്യണം. എന്നാലേ വീട്ടില് നല്ലത് നടക്കൂ, സന്തോഷം കളിയാടൂന്ന് പറയാറുണ്ട്. അതും മനസ്സിൽ വെച്ചോണ്ടാ ഈ വീട്ടിലും നല്ലത് നടക്കാൻ വേണ്ടി പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാതെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നത്. എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് അമ്മേ. എന്നുവെച്ചാ സീതാരാമ കല്യാണം സമ്പന്നമാകുന്നത് വരെ എല്ലാ കാര്യവും നീ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാ. അപ്പൊ തെറ്റുകുറ്റങ്ങൾ ഒന്നും ഉണ്ടാവാതെ നോക്കിക്കൊള്ളണം. ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാം നോക്കിക്കോളാം. ചെറിയമ്മ പറഞ്ഞതുപോലെ ഒന്നല്ലല്ലോ ഇവിടെ നടന്നത്. അത് എനിക്ക് മനസ്സിലാവാത്ത മഞ്ജരി. സാരമില്ല, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാനൊന്ന് ചെന്ന് അരുണിമേച്ചിയോട് സംസാരിച്ചിട്ട് വരാം. വിഗ്രഹങ്ങൾ ഇവിടെ എത്തിക്കാൻ എത്ര നേരം എടുക്കും? വരുന്ന വഴിയാണ് മാഡം, അരമണിക്കൂർ കൊണ്ടെത്തും. ശരി, ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്. വിഗ്രഹത്തിനൊന്നും പറ്റാതെ നോക്കണം.
ചേച്ചി ഉം. എന്താ ചേച്ചി ഇതൊക്കെ? ഇതുവരെ ഈ വീട്ടിൽ നടക്കാത്തതൊക്കെയാണല്ലോ നടക്കുന്നത്. അല്ല രുണിമേച്ചി, ശ്രീരാമനവമിയുടെ ഉത്സവം തുടങ്ങുമ്പോ തൊട്ട് ഡെക്കറേഷന്റെ കാര്യം മുതൽ എല്ലാം അരുണിമേച്ചി ഒറ്റയ്ക്കല്ലേ നോക്കി നടത്താറ്. അത് പോട്ടെ, ഹർഷിണിയാണ് ചെയ്തതെങ്കിൽ പോലും സമ്മതിക്കാം. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? മേഘന ചേച്ചിയോട് ചോദിച്ചതുമില്ല. ചേച്ചിയാണെങ്കിൽ എല്ലാം അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്കിതൊന്നും അത്ര പിടിക്കുന്നില്ല. മനസ്സിൽ എന്താലോചിച്ചു കൂട്ടിക്കൊണ്ട പ്രിയമത എന്നോട് ഈ ചോദ്യമായിട്ട് വന്നത്? ചേച്ചിക്ക് അറിഞ്ഞൂടെ, ഈ കുടുംബത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ മഞ്ജരി മരുമോളായിട്ട് വരേണ്ടതാ. നാളെ ചേച്ചിക്ക് ശേഷം ചേച്ചിയുടെ സ്ഥാനത്തിരിക്കേണ്ടത് അവളാ. ചേച്ചിക്ക് ശേഷം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടതും മഞ്ജരി തന്നെയാ. എന്നിട്ടിപ്പോ എല്ലാം ചേച്ചി ഇങ്ങനെ മേഘനെ ഏൽപ്പിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചി. നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി പണിക്കർ എന്നെ വിളിച്ചിരുന്നു. എന്താ പണിക്കരെ, എന്ത് ഈ നേരത്തെ വിളിച്ചത്? ശ്രീരാമനവമിക്ക് വീട്ടില് സീതാരാമ പരിണയം നടത്തുന്നില്ലേ? പിന്നെ അത് എല്ലാ കൊല്ലം ഉണ്ടാവുമല്ലോ. ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും മരുമോള് മേഘനയെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ഐശ്വര്യം കൂടുകയേ ഉള്ളൂ. അതിനെന്താ അവള് ചെയ്തോട്ടെ, അവളെ കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു ചെയ്യിക്കാം. എന്നാ പിന്നെ ഞാൻ വെക്കുന്നു. ആയിക്കോട്ടെ പണിക്കരെ. പിന്നെ പ്രിയമതേ, മഞ്ജരി ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്കതിലെ യാതൊരു എതിർപ്പുമില്ല. പക്ഷെ മേഘന പൂർണ്ണ മനസ്സോടുകൂടി ഈ പൂജ ചെയ്തു തീർക്കണമെന്നുള്ളതാണ് ഭാർഗവ പണിക്കര് പറഞ്ഞത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിഥുനും ഈ വീടിനും ഐശ്വര്യമാണത്ര. എന്റെ മോൻ മിഥുന് നല്ലത് വരുത്തുന്ന ഏത് കാര്യമാണെങ്കിലും അതിന് കൂടെ നിൽക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. അതാരും ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എപ്പോ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. ഈ അരുണിമേച്ചി എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത്? ഇത്രയും നാള് മഞ്ജരിയാണ് മരുമോളെന്നും പറഞ്ഞ് അവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നവരാ. എന്നിട്ട് ഇപ്പോഴത്തെ ചേച്ചിയുടെ സംസാരം വെച്ച് നോക്കുമ്പോ അവരുടെ മനസ്സിലെ തീരുമാനം എന്താണെന്ന് ഒന്നും അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. ജയ് ശ്രീരാം, 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 ജയ് ശ്രീരാം. അതുകൊണ്ടാണ് ഇപ്പൊ നാളികേരം ഉടയ്ക്കാൻ പറഞ്ഞത്. നാളികേരം ഉടയ്ക്കണമെന്ന് ആ ശ്രീരാമചന്ദ്രൻ നിന്നോട് പറഞ്ഞോ? ഇല്ല ഹർഷിണി, എന്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. പൂജയും അർച്ചനയും ഇല്ലാതെയും നിവേദ്യം നേദിക്കാതെയും ഒരിക്കലും ഭഗവാനെ പൂജാമുറിയിൽ ദയനീയ അവസ്ഥയിൽ ഇരുത്തരുത്. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോ എന്തെങ്കിലും ഒരു നിവേദ്യത്തോടു കൂടി വേണം പൂജ പൂർണ്ണമാക്കാൻ. നീ ഈ തലമുറയിലെ ആണേലും ഞങ്ങളുടെ തലമുറയിലെ കാര്യങ്ങൾ വരെ നിനക്കറിയാലോ. ശരി അച്ഛമ്മേ, മേഘനടത്തി പറയാറുള്ള പൊടിക്കൈകൾ മുതൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പുരാണങ്ങൾ വരെ എഴുതാൻ തുടങ്ങിയാൽ നമുക്കൊരു വലിയ ഗ്രന്ഥം തന്നെ തയ്യാറാക്കാം. എന്നാ പിന്നെ ആ പണി ചെയ്യാൻ നോക്ക്. നാളികേരം എന്താന്ന് വെച്ചാ ചെയ്യാം.
ഇവക്കെന്തു പറ്റി? ആ അരുണിമേ, പറഞ്ഞോളൂ ജയേട്ടാ. നാളെ പൂജയ്ക്ക് വരുന്നവർക്കൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുത്താലെന്താ? എന്നാ പിന്നെ നമുക്ക് ലഡു ഉണ്ടാക്കിച്ചാലോ? എന്തിനാ അച്ഛമ്മേ? അച്ഛമ്മയ്ക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണോ? അങ്ങനൊന്നും അല്ലടാ ചക്ക. നീ എന്ത് പറയുന്നു അരുണിമേ? ശരിയാണ്. എന്നാ പിന്നെ അത് ഓർഡർ ചെയ്ത് വരുത്താം. അയ്യോ, ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അമ്മേ. പിന്നെ ഓർഡർ ചെയ്ത് കടയിൽ നിന്ന് വരുത്തുന്നതിനേക്കാൾ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാദും നന്നായിരിക്കുമല്ലോ. താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും. പക്ഷെ അത്ര ക്ഷമയുള്ളവരിവിടെയില്ല. അയ്യോ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ. അഞ്ചോ പത്തോ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഉണ്ടാക്കാൻ പറ്റും. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നേരം വെളുക്കുമ്പോഴേക്കും ഞാനത് റെഡിയാക്കിക്കോളാം. ഒരാവേശത്തിൽ നീ അത് ചെയ്യാന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ പോലും ഈ കുടുംബത്തിന് അതിന്റെ നാണക്കേട്. അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കാതെ ഈ കുടുംബത്തെ രക്ഷിക്കേണ്ട ബാധ്യത എന്റെയാ. അമ്മയ്ക്ക് ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ എന്താ ഇനി ആലോചിക്കാനിരിക്കുന്ന അരുണിമേ? അവൾ അത്ര വിശ്വാസത്തോടെ പറഞ്ഞില്ലേ, ഒരവസരം കൊടുത്തു നോക്ക്. ഞാൻ ഒന്നിനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാറില്ല. എന്ന ഒരു വട്ടം നിന്നെ ഞാൻ വിശ്വസിക്കാം. എന്റെ വിശ്വാസത്തെ നീ തോൽപ്പിക്കരുത്. മേഘനടുത്തി വല്യമ്മ ഗ്രീൻ സിഗ്നൽ തന്നു കഴിഞ്ഞു. ഇനി എല്ലാ ഇടത്തിന്റെ കയ്യില. മേഘന മോളെ, മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ ശരീരം മുഴുവനായിട്ടും ഷുഗർ ഫാക്ടറിയാ. ഇനിയും അച്ഛമ്മയ്ക്ക് മധുരം വേണം. എനിക്കിട്ട് പണിയാൻ എന്റെ കൂടെ തന്നെ നീ നടന്നു. എന്തിനാണ് അച്ഛമ്മനെ വെറുതെ കളിയാക്കുന്നത്? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാടാ. നീ വന്നേന്റെ കൂടെ വന്നേ, നടക്ക്. എന്നാ പിന്നെ മേഘനെ, എന്താ പറഞ്ഞു വെച്ചാ? നിന്റെ ചെറിയമ്മയോടും ചെറിയച്ഛനോടും ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ. അവരും പൂജയിൽ പങ്കെടുക്കട്ടെ. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഈ പൂക്കളൊക്കെ ഒന്ന് ഒരുക്കിട്ട് പോ. ഹലോ. ആ ബേബി, ബേബി. എന്താ മമ്മി, എന്താ ഒരു ഒച്ചപ്പാട്? ശ്രീരാമനവമിയുടെ ഫംഗ്ഷന് പോവാൻ സമയമായില്ലേടി. അപ്പൊ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കാതെ ദേ നോക്കി, നിനക്കിടാൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിട്ടോണ്ട് പെട്ടെന്ന് വരാൻ നോക്കിയേ. റെഡിയാവ്. അതെന്താടി വലിച്ചെറിഞ്ഞേ? പിന്നല്ലാണ്ട് എന്താ മമ്മി ചെയ്യണ്ടേ? കേട്ടാ തോന്നും എന്നെ കെട്ടിച്ച് വിട്ട് വീടാന്ന്. അതുകൊണ്ടാണോ വിളിച്ചതും ചാടിക്കേറി പോവാൻ നോക്കുന്നേ? മുമ്പും പിമ്പും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടിയുള്ള വർത്താനം നിർത്ത്. നല്ലോണം ഒന്ന് ചിന്തിച്ചു നോക്കിയാ നിനക്ക് കാര്യം പിടികിട്ടും. എന്റെ മോളൊന്ന് ഓർത്തു നോക്കിയേ, നിന്നോട് അമ്മ എന്താ പറഞ്ഞതെന്ന്. നീയൊന്നും മനസ്സ് വെച്ചാ ആ വിവേകിനെ കെട്ടി നിനക്ക് അവിടുത്തെ മരുമോളാകാം. മമ്മി, മമ്മി എന്തൊക്കെയാ പറയുന്നത്? ആ വിവേകിനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എന്തുകൊണ്ടാ താല്പര്യമില്ലാത്തെ? അവൻ എന്തിന്റെ കുറവുണ്ടായിട്ടാ? അഴകും ആസ്തി എല്ലാം ഉണ്ടല്ലോടി. അല്ല മമ്മി, ഞാൻ ഇഷ്ടപ്പെട്ടത്. ഞാൻ നിന്റെ അമ്മയാണെങ്കിലും ഇതൊരു കൂട്ടുകാരി പറയുന്നാണെന്ന് കരുതി നന്നായി ആലോചിക്ക്. ജീവിതകാലം സർവ്വ ഐശ്വര്യത്തോടും മഹാറാണിയെ പോലെ ജീവിക്കണമെങ്കിൽ വിവേകിനെ കല്യാണം കഴിക്കുന്നതാണ് ബുദ്ധി. നീ ഈ ഡ്രസ് ഇട്ടോണ്ടുവാ, എന്നിട്ട് അവന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. തന്നെത്താനെ അവൻ നിന്റെ വലയിൽ വീണോളും. ആ വീട്ടിലേക്ക് എത്താനുള്ള ബൈപ്പാസ് റോഡാ ഇത്. ചാടിക്കേറി പോവാൻ നോക്കടി.
സുന്ദരിക്കുട്ടിയായിട്ട് വരണം. ആയിക്കോട്ടെ മമ്മി, സുന്ദരിയായി ഒരുങ്ങി തന്നെ വരാം. പക്ഷേ മമ്മി പറഞ്ഞതുപോലെയൊന്നും ചെയ്യാനല്ല, ആ മേഘനയെ ഒന്ന് വട്ട് തട്ടാൻ വേണ്ടി. ശ്രീരാമനവമിക്ക് മറ്റെല്ലാവരും സന്തോഷിക്കുമ്പോ ആ മേഘനയ്ക്ക് കണ്ണുനീരൊഴിഞ്ഞ് നേരം ഉണ്ടാവരുത്. എന്താ ശാലിനിയുടെ മനസ്സില്? വീണ്ടും എന്റെ ചേച്ചിയുടെ കാര്യത്തില് എന്തൊക്കെയോ ചതിക്കുഴികൾ ഒരുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം എന്റെ ചേച്ചി നിനക്ക് ഇരയാവാൻ നിന്ന് തന്നു. പക്ഷെ ശ്രീരാമനവമി നടക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നീ ചെവി നുള്ളിക്കോ മോളെ. ഞാൻ എന്റെ ഏച്ചിയെ പോലെയല്ല, മിക്കവാറും നിന്റെ അവസാനമായിരിക്കും. ആ വിവേകിനെ വലയിലാക്കി കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ മരുമോളാകാന്ന് മാത്രമല്ല, അതുവരെ വേറെ ആവേശമൊന്നും കാണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുമോളെ. എന്താ ചാരു ഇത്? ഇനി ഞാൻ മേഘനയുടെ കാര്യത്തിൽ ഇടപെടുന്നു തോന്നുന്നുണ്ടോ? മിഥുനെ മിസ്സായതിന്റെ ദേഷ്യത്തില് കല്യാണത്തിന് അവൾക്ക് പണി കൊടുക്കാൻ നോക്കിയെന്നുള്ളത് ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പോ മിഥുന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എന്ത് കാര്യത്തിന് ഞാൻ അവന്റെ പുറകെ പോണം? അല്ല ചാരു, എന്റെ മനസ്സിലിപ്പോ അതൊന്നുമില്ല, അറിയോ? മേഘന നിനക്ക് മാത്രമല്ല, എന്റെയും ചേച്ചി തന്നെയാ. മിഥുനിപ്പോ നിന്നെ പോലെ തന്നെ ഞാനും ഒരു അനീതിയല്ലേ. ചേച്ചിയും ചേട്ടനും അമ്മയ്ക്കും അച്ഛനും തുല്യാണെന്നാ മമ്മി പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ ശല്യം ചെയ്യാൻ പോവോ? ഒരിക്കലുമില്ല ചാരു. ഇത് സത്യമാണെങ്കിൽ നിനക്ക് കൊള്ളാം, പക്ഷെ മറിച്ചാണെങ്കിൽ ഈ ചാരുമതിയുടെ മറ്റൊരു മുഖം നീ കാണും. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. നിന്റെ ഈ ഭീഷണിക്കൊന്നും പേടിക്കുന്നവളല്ലടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പൂച്ചയെ അറിയാൻ പോകുന്നില്ല. എന്തൊരു കഷ്ടം നോക്കണേ. എത്ര വട്ടം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആദ്യം പറഞ്ഞത് ചെയ്യാൻ നോക്ക്. ഇനി എന്നെ വിളിച്ചേക്കല്, വെച്ചിട്ട് പോടോ. എന്താ വല്ല പ്രശ്നമുണ്ടോ? തലവേദന സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴാ. ഇത് വെറുതെ ഉണ്ടായ തലവേദനയാണോ അതോ തലവേദന പിടിച്ച വല്ല പ്രശ്നമാണോ? നീ അത് വളരെ നിസ്സാരമായിട്ടാണ് ചോദിച്ചതെങ്കിലും അതിന് വല്ലാത്തൊരു ലോജിക് കൊണ്ട് പോണം. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ തലവേദനയെല്ലാം പമ്പ കടക്കു വെച്ചാ. ഓക്കെ, ശകലം ഇഞ്ചിയും 2 ഗ്രാമ്പും എടുത്ത് ഒരു ചായ ഉണ്ടാക്കി തരാം. ഈ തലവേദന വന്ന വഴിയെ കണ്ട വഴി ഓടിക്കോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്റെ മോൾക്ക് പുണ്യം കിട്ടും. എനിക്ക് നല്ലൊരു ലെമൺ ടീ ഉണ്ടാക്കി തരികയാണെങ്കിൽ ആ പുണ്യത്തിന്റെ കൂടെ കുറച്ച് ബ്ലെസ്സിങ്സും തരാം. മേഘനയെ അനുഗ്രഹിക്കാൻ നിങ്ങളൊക്കെ ആരാടാ? ഞാനൊരു കാരണത്തെ ഇവിടെ ഇല്ലേ മോളെ മേഘനെ. എനിക്ക് നല്ല കടുപ്പത്തിലൊരു സ്ട്രോങ് കട്ടൻ ചായ എടുത്തോണ്ട് വാ മോളെ. എല്ലാരും ഇവിടെ തന്നെ നിക്കണേ, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരാം. ഏട്ടത്തി, 3 ആൾക്ക് 3 തരം ചായ അതെങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരാ? നീ നോക്കിക്കോ. അരുണിമേ, മേഘന എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞോ. എനിക്കൊന്നും വേണ്ട ചേട്ടാ, എന്നാ പിന്നെ നിങ്ങൾ വാ. അച്ഛനിവിടെ നിക്ക്, ഞാൻ 3 പേർക്കുള്ള ചായ എടുത്തോണ്ട് വരാം. മോളെ മേഘനെ, ആ? 3 ആൾക്കും 3 തരം ചായയല്ലേ? നിനക്ക് ബുദ്ധിമുട്ടാകുമോ മോളെ? ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച ബുദ്ധിമുട്ടാ, സ്നേഹാന്ന് വിചാരിച്ച സ്നേഹം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ മനസ്സത് സ്വീകരിക്കാനും തയ്യാറാവാ. നിക്കച്ച, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. വാട്ട്സ് റോങ് വിത്ത് യു? നത്തിങ്. കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോവുക, ചിരിച്ച കണ്ണുരുട്ടി കാണിക്കുക, വിളിച്ചാലോ തിരിഞ്ഞു പോലും നോക്കാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. നിനക്ക് എന്താ പറ്റിയത് മഞ്ജരി? അത് ഞാനല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത്. അതെന്താ? കുറച്ചായി നിന്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്.
മഞ്ജരി മഞ്ജരി നിക്കേ മഞ്ജരി Don't irritate me. Let me know what happened. എന്ത് മാറിയെന്നാ പറയുന്നേ? മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ തരാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലല്ലോ. What? ഒരു കാലത്ത് ഞാനൊരു മെസ്സേജ് അയച്ചാൽ അത് അവിടെ എത്തും മുൻപ് റിപ്ലൈ വരുമായിരുന്നു. ഇപ്പോ മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അതിനർത്ഥം നീ മാറിയെന്ന് തന്നെയല്ലേ മിഥുൻ? ഒരു റിപ്ലൈ തന്നില്ലെന്ന് കരുതി ഇങ്ങനെ റെഡിക്കുലസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചിട്ട് ഐ ലവ് യു ടു എന്ന് തിരിച്ചയക്കാൻ എന്താ മിഥുൻ അത്രയ്ക്ക് മടി? സ്റ്റോപ്പ് ഇറ്റ് മഞ്ജരി. ബുദ്ധിയില്ലാതെ വെറുതെ സില്ലിയായിട്ട് സംസാരിക്കരുതേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മിഥുൻ. എന്നോടുള്ള മോഹം തീർന്നപ്പോ പുതിയ ഭാര്യയോട് കൊതി തോന്നിയിരിക്കുന്നു അല്ലേ? നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, വെറുതെ മേഘന ഇതിന്റെ ഇടയിലേക്ക് വലിച്ചഴിക്കരുത്. ഓ, അപ്പൊ ഞാൻ അവൾ ഒന്നും പറയരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയല്ലേ അവൾക്ക്? എന്താ ഒന്നും മിണ്ടാത്തെ? അതെ, മേഘന എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാ. നിന്നേക്കാളും അവൾ എനിക്ക് ഇമ്പോർട്ടന്റാ. ഇൻഫാക്ട് ഈ എന്നേക്കാളും എനിക്ക് അവൾ ഇമ്പോർട്ടന്റാ. Are you happy now? നിന്റെ സ്ഥാനത്താണ് മേഘന കയറി വന്നിരിക്കുന്നത്. നീ ചെയ്യേണ്ട സകല കാര്യങ്ങളും ഇപ്പൊ അവള് ചെയ്തോണ്ടിരിക്കുക. അവളെ അകറ്റി നിർത്താനോ അടുത്തേക്ക് അടുപ്പിക്കാനോ പറ്റാതെ ഞാൻ പെടുന്ന പെടാപ്പാട് ആർക്കും മനസ്സിലാവില്ല. ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയാ. നീയല്ലേ അവളുടെ കഴുത്തിൽ എന്നോട് താലി കെട്ടാൻ പറഞ്ഞേ? എന്നിട്ട് ഇന്ന് ആ താലിമാല കാരണം ഉണ്ടാകുന്ന ഓരോ ശബ്ദവും ഓരോ അസ്ത്രമായി എന്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നത് നീ അറിയുന്നുണ്ടോ? മേഘന സ്നേഹത്തോടെ എന്നെ നോക്കുമ്പോ പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. ആദരവോടെ സംസാരിക്കുമ്പോ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. വല്ല തെറിച്ച പെണ്ണുമായിരുന്നെങ്കിൽ കണ്ടില്ല എന്നടിക്കാം. ഇത് ഇത്രയും നന്മയും സംസ്കാരമുള്ള അവളോട് അങ്ങനെ പെരുമാറാൻ വല്ലാത്ത പാടാ എനിക്ക്. ശത്രുവാണെങ്കിൽ തട്ടിമാറ്റി കളയാം. ഇത്ര എന്നെ സ്നേഹിക്കുന്ന അവളിന്ന് അകന്ന് നിൽക്കാനും കഴിയുന്നില്ല.